എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എങ്ങനെയാണ് സ്കൂളുകളും കോഴ്സുകളും ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ സ്കൂൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ നിങ്ങളുടെ വീടുമായിട്ട് എത്ര ദൂരമുള്ള സ്കൂളാണ്, അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോയിട്ട് വരാനായിട്ട് സൗകര്യം ഉണ്ടാകുമോ, അതുപോലെ ബസ് സർവീസ് ഇതുപോലുള്ള സർവീസൊക്കെ ആ ഒരു ഭാഗത്ത് ലഭ്യമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സ്കൂളും ഈ ഒരു രീതിയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോകാനായിട്ട്, അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും പോയിട്ട് വരാനായിട്ട്, ഡെയിലി പോയിട്ട് വരാനായിട്ട് സാധിക്കുന്ന ഏതൊരു സ്കൂളും നിങ്ങൾക്ക് +1 പ്രവേശനത്തിനായിട്ട് തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ നാട്ടിൽ അടുത്തടുത്തുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ വീടിന് നിന്നും പോയിട്ട് വരാനുള്ള സൗകര്യമുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളോട് ചോദിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്കൂൾ ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് ഓരോ സ്കൂൾ, അതായത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെ ലിസ്റ്റും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾ, അതായത് വീടിനടുത്തുള്ള സ്ഥലങ്ങളിലുള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ കോഡ് ഇവിടെ നിങ്ങൾക്ക് നൽകിയതായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്കൂൾ കോഡ് കൊടുത്തത്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് എന്നിവയൊക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ ലിസ്റ്റായിട്ട് എടുത്തു വെക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് കോഡാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് കോഡ് കറക്റ്റായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ പേപ്പറിൽ ആ ഒരു സ്കൂളിൻ്റെ കോഡ്, സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സിൻ്റെ കോഡ് എന്നിവ നിങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്കൂളിൽ, ആദ്യത്തെ സ്കൂളിൽ 2 സെക്കൻഡ് ലാംഗ്വേജുകളാണുള്ളത്. സാധാരണ ഹിന്ദിയും മലയാളമാണ് ഉണ്ടാവുക. അതുപോലെ ചില സ്കൂളിൽ 1, 2, 4, 11 എന്നിങ്ങനെയുള്ള കോഡുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലാംഗ്വേജുകൾ, സെപ്പറേറ്റ് ലാംഗ്വേജുകൾ ആ ഒരു സ്കൂളുകളിൽ സെക്കൻഡ് ലാംഗ്വേജുകളായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതിനുശേഷം കോഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. കോഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സാണ് ആദ്യം പഠിക്കാനായിട്ട് താല്പര്യം. സാധാരണ അധിക വിദ്യാർത്ഥികൾക്കും ബയോളജി സയൻസ് ആയിരിക്കും, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ പിന്നീട് കൊമേഴ്സ്, പിന്നീട് ഹ്യൂമാനിറ്റീസ്, ഈ ഒരു രീതിയിലായിരിക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ ഒരു വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ബയോളജി സയൻസ്, അത് നിങ്ങൾക്ക് +2-ന് ശേഷം എന്താവാനാണ് ആഗ്രഹം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള മറ്റേതെങ്കിലും കോഴ്സ്, അതായത് മെഡിക്കൽ ടെക്നീഷ്യനൊക്കെയാണ് ആവാനാണ് താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡും നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബയോ മാത്സ് എടുക്കാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിവ അടങ്ങിയതാണ് ബയോ മാത്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ, അതുപോലെ ഫാർമസിയും നോക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ അടങ്ങിയിട്ടുള്ള ഏതൊരു വിഷയവും, ഏത് കോമ്പിനേഷനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നിവ അടങ്ങിയതാണ് ആ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഉള്ള, അതായത് നിങ്ങൾ കോമ്പിനേഷൻ നോക്കുന്ന സമയത്ത് സ്കൂൾ കോഡ് നൽകി കോമ്പിനേഷൻ, അത് ഏത് കോഴ്സാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ഹ്യൂമാനിറ്റീസ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അതായത് കൊമേഴ്സ് ആണെങ്കിൽ അതിൽ ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ഉള്ളതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് ഉള്ള ഈ ഒരു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കൊമേഴ്സിലും പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റഡീസ് ഉള്ള സബ്ജക്റ്റാണ് ഈ ഒരു കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിസ്റ്ററി വരുന്ന സബ്ജക്റ്റാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ താല്പര്യമുള്ള കോഴ്സുകൾ നൽകുക. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന രീതി ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻസ് നൽകേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളായിരിക്കണം ആദ്യത്തെ ആ ഒരു ഓപ്ഷനായിട്ട് നൽകേണ്ടത്. അതിനുശേഷം ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ്, അതുപോലെ ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ഈ ഒരു കൊമേഴ്സ് എന്നിവയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ആദ്യം തന്നെ ബയോളജി സയൻസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ സ്കൂളുകളിലും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള എല്ലാ സ്കൂളുകളിലും ബയോളജി സയൻസ് കൊടുക്കുക. അതിനുശേഷം പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ സ്കൂളുകളിലും കൊടുക്കുക. അതിനുശേഷം പിന്നീട് കൊമേഴ്സ് കൊടുക്കുക, പിന്നീട് ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് പ്രയോറിറ്റി ബേസിലാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സ്കൂളിലേക്കും കോഴ്സിലേക്കും ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 10 ഓപ്ഷൻസാണ് കൊടുത്തത് എന്ന് കരുതുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തിട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ
ഇപ്പോൾ 6ാമത്തെ ഓപ്ഷൻസാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 6ാമത്തെ ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയുടെ തൊട്ട് 10 വരെയുള്ള ഓപ്ഷൻസും, അതായത് തൊട്ട് ഇതിന് താഴോട്ടുള്ള ഓപ്ഷൻസൊക്കെ ക്യാൻസലാവും. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിന് 1 തൊട്ട് 5 വരെയുള്ള അലോട്ട്മെൻറ്റ് ഓപ്ഷനുകളെ മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻ ഇപ്പോൾ 7ാമത്തേതാണെങ്കിൽ പിന്നീട് അതിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക്, താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് ഫസ്റ്റ് ഓപ്ഷൻ നൽകണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.